പാച്ചല മരുന്ന് ആയുർവേദത്തിൽ എടുത്തു കൊടുക്കണതിന് വ്യാജ വൈദ്യനും തരും. ഡോക്ടർമാരും പലരും ടീച്ചിങ്ങിന് വരുന്നുണ്ട്. ആളുകൾ പറയും കൂടവത്തരം ചെയ്തുണ്ട്. കടുവാപ്പല്ലി തിന്നാ ചത്തു. കൊഞ്ചുകറി, കോഴിമുട്ട, കോഴിക്കറി, തോരൻ പയറ്, ബിയണിക്ക, ചേമ്പൻ കിഴങ്ങ് വേണ്ട. വൈദ്യനെ ഓയ് ഓയ് എന്ത് പരിപാടി ഇവിടെ? ഇവിടെ ഒരു ക്യാൻസർ രോഗിക്ക് ഇത്തിരി പച്ചലകളൊക്കെ കൂടെ ശേഖരിക്കുന്നു. ഒരു എങ്ങനെയും അതിനെ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടി ഇവിടെ ഉള്ളു അതിൻ്റെ ഈ ഇലവർഗ്ഗങ്ങളെ. ഓരോ അസുഖത്തിനും ഓരോ ഇലകളല്ലേ? ഓരോ ഇലയല്ല, ചിലതിന് ഒന്നിനും ഒന്നുകൂടെ ചേരും, ചിലതിന് 72 കൂട്ടം ചേരും, പിന്നെ 11 കൂട്ടം ചേരാത്ത ഒന്നുമില്ല. അപ്പൊ അത് ശേഖരിച്ചു കഴിഞ്ഞോ? ശേഖരിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് പോകണോ? ഇനിയിപ്പോ അങ്ങിറങ്ങണം. കണ്ട് വച്ചിരിക്കണൊക്കെ എണ്ണ കാച്ചണം. അപ്പൊ ഇതിന് എത്ര കൂട്ടം ഇല വേണ്ടി വരും? ഇതിന് 11 കൂട്ടം ഇല വേണം. ക്യാൻസറിന്റെ ശൂലക്കള്ളി വരെ വേണം. അപ്പൊ എന്താ ഈ ഉൾവനത്തിലുള്ളോ? ഇത് ഉൾവനമല്ലേ? അത് ഇവിടെ ഉള്ളത് ഓരോരുത്തടത്ത് ഓരോന്നാണ്. തേക്കട ആനവണങ്ങി വയലിൽ കാണും, യഥാർത്ഥ ആനവണങ്ങി വനത്തിൽ ചതുപ്പിലേ കാണും. ഇവിടെ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഇലയാണല്ലോ ലഭിച്ചത് മൊത്തം. നിങ്ങൾ ചിലതൊക്കെ കണ്ടു കാണും, ചിലത് കാണാതിരിക്കും. അതെന്ത്? ഇത് വൻ പെരുമലം. പെരുമലമാണ്, പക്ഷെ വൻ പെരുമലം. ഇതൊക്കെ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യും? അവസാനം ലേഖ്യമാക്കും. എന്ത് ചെയ്യും? ഇതൊക്കെ എണ്ണ, ലേഹ്യം, ചില എണ്ണ. നമ്മൾ പറയും പോലെ 3 തുള്ളി കഴിക്കണമെന്ന് വെച്ചാൽ 4 തുള്ളി കഴിച്ചാൽ അനുസരണ വേണം. അത് വളക്കുഴിയിൽ കൊണ്ട് കുടിച്ചു വയ്ക്കാൻ എല്ലായിടത്തും നോക്കില്ല. ആളുകൾ പറയും കൂടവത്തരം ചെയ്തെന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വളക്കുഴിയിലേ വയ്ക്കാൻ നോക്കൂ. അപ്പൊ ഇത് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് ഇവിടെ. ഈ വന്ന കാലഘട്ടത്തിലേ നമ്മളിത്ര മോഡേൺ മെഡിസിൻ ഒക്കെ ഇത്രയും വലിയ ഇതല്ലയോ? ഈ ഇല കൊണ്ടൊക്കെ അസുഖം മാറ്റാൻ പറ്റുമോ? ഇല കൊണ്ടെന്ന് പറയുമ്പോൾ പവർ കൂട്ടും. അതാണ് നമ്മൾ ഈ ആദ്യം നോക്കേണ്ട ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബലം. അത് കണക്കാക്കി 3 തുള്ളി കഴിക്കണ ആൾ 6 തുള്ളി കഴിക്കണം. അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യും. അതാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ? അതൊന്നുമില്ല. എന്താ ആൾക്കാർ കൂടുതൽ വരുന്നത്? ഇവിടെ വരുന്നത് കൂടുതൽ ഈ വാദസംബന്ധമായ ചില ത്രാണിക്കുറവുകൾക്കാണ്. അത് പലർക്കും ഞാൻ ചെയ്ത് കൊടുത്തു വിട്ട് ഇന്നും വിളിച്ചിരുന്നു ഒരു അധ്യാപകൻ. ആൾക്കാരെ ഡോക്ടർമാർക്ക് വഴക്ക് പറയത്തില്ല, അവരുടെ കഞ്ഞുടി മുട്ടിക്കുമല്ലേ? ഡോക്ടർമാരും പലരും ടീച്ചിങ്ങിന് വരുന്നുണ്ട്. വൈദ്യനെ കാണാൻ വരുന്നുണ്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇല പഠിക്കാൻ. എനിക്കിവിടെ മെഡിസിൻ ഉണ്ടാക്കി ആയുർവേദം പിന്നെ വച്ചിരുന്ന് കൊടുപ്പൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. വരുന്നവർക്ക് പച്ചല എടുത്തു കൊടുക്കും. അത് ഡാക്ടറോ ഇനിയിപ്പോൾ അതിൽ നിന്നും കൂടിയോരോ ഈടെ ഒരുത്തം വഴക്കുണ്ടാക്കി. ഡോക്ടർ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജനിക്കും മുമ്പേ ഞാൻ ശാന്തിഗിരിയിലെ ലിസ്റ്റോടെ പച്ചല എടുപ്പുകാരനാണ്. പിന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ലൈസൻസ് ഉണ്ട്. അത് 10 ലക്ഷമൊന്നും മുടക്കി എടുത്തതല്ല. വ്യാജ വൈദ്യം എന്നൊക്കെ പറഞ്ഞു കേസാവോ? കേസാവാൻ പാച്ചല മരുന്ന് ആയുർവേദത്തിൽ എടുത്തു കൊടുക്കണതിന് വ്യാജ വൈദ്യനും തരും. എനിക്ക് ലൈസൻസ്, എൻ്റെ പാരമ്പര്യ ലൈസൻസ് ഉണ്ട്, സഭാ ലൈസൻസ് ഉണ്ട്, ശാന്തിഗിരിയിലെ കൗണ്ടർ ലിസ്റ്റുണ്ട്. ഇതൊക്കെ എന്താ അസുഖത്തിനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നത്? ഇലമരുന്ന് എല്ലാ അസുഖത്തിനും ഉണ്ടോ? കൊള്ളാം. കായത്തിരുമേനി, ത്രിപല എന്ന് പറയുന്ന എണ്ണ, ത്രിപലാതി, അഷ്ടപത്രാതി, പിന്നെ ചില നീര് പറ്റിയെന്നും പറഞ്ഞ് ചെമ്പറാവള്ളി, അത് ഞാൻ തന്നെ കയറി എടുത്തേ വെക്കൂ. അതൊന്ന് കാണിച്ചേ. അല്ല, ഇവിടെ എങ്ങുമില്ല. ഇത് കട്ടാരയാണ്. ഇതെന്തിനു കൊള്ളാം? പേറ്റ് മരുന്നിന് മുതൽ അങ്ങോട്ട് പലതിനും ഇതിൻ്റെ ഇലയും 2 പിടി വേണം. അപ്പം ഇതൊക്കെ എടുത്തോണ്ട് കൊടുക്കണമെങ്കിൽ എന്നെ പോലെ ഒരു കിളവൻ വയസ്സൻ വേണം. ഇപ്പം നേരെ ഗർഭിണികൾക്കുള്ള മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഗർഭം വരാനുള്ള എന്താ അത്? കമ്പ് കിണിക്കി. എന്താ കമ്പ് കിണിക്കി? അത് അരച്ച് 3 ദിവസം കുടിച്ച് പിന്നീട് സംഭവങ്ങളൊക്കെ അങ്ങ് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ ഈ നിഘണ്ടു. അല്ല, നമുക്ക് ഒരു വൈദ്യശാല വെച്ച് നടത്താൻ എനിക്ക് അധികാരമുണ്ട് കേട്ടാ. പക്ഷേ ഞാൻ കിടത്തൂല്ല. വൈദ്യ ശരിക്കും എത്ര പേര് ശരിയാക്കിയിട്ട് ഇതുവരെ രോഗം മാറ്റി വിടുന്നുണ്ട്? എണ്ണം പറയാനൊക്കില്ല. 100 പേരുണ്ടോ? 100ഉം 1000ഉം ഒന്നും അല്ല. ഇവിടെ തന്നെ ഒരു മാധവനാശാരി എന്ന് പറയുന്ന ഒരു
പേര് പറയണ്ട, എന്നാലും നൂറുകണക്കിന് അല്ല ആളുകളുണ്ട്. പറയാം, കുഴപ്പമില്ല. ആ മനുഷ്യൻ മരിച്ചും പോയി. ആ ആ മനുഷ്യന് 90 വയസ്സായി. അയാളുടെ ഭാര്യ എന്നാണ് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഉണ്ടേ. ഇവിടെ ഒരു നീര് ആശുപത്രി അത്രയും പോയപ്പോൾ അത് പോവില്ല, മാറൂല. അത് മാറ്റി കൊടുത്തത് ഞാൻ തന്നെ. ഉറപ്പാ? ആ ഉറപ്പെന്നല്ല, അയാൾ നടന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇത് മാറ്റിയത്. ഒന്ന് നാളെ ഇതുവരെ വരാൻ പറയണേ. ഒരു ഡാക്ടർ ഗവൺമെൻറ് സർവീസിലിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഇരിക്കും ചേട്ടാ, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? ഞാൻ പറഞ്ഞു പാരമ്പര്യമായി ഇത്തിരീച്ച പഠിച്ചു. പിന്നെ നമുക്ക് ഈ ആരെയും വച്ച് കിടത്തി ചികിത്സയൊന്നും ഇല്ല. നമുക്കുള്ളത് നിങ്ങളെ പോലെയുള്ളവർ പറയണത് കേൾക്കുക. നമ്മുടെ താണും കൂടെ കൊടുത്ത്. അല്ല ഞാൻ ചോദിക്കട്ടെ, എല്ലാ സുഖവും മാറ്റി കൊടുക്കുമോ? ആശുപത്രിയിൽ നിന്നൊക്കെ തള്ളിയതൊക്കെ മാറ്റി കൊടുക്കുമോ? അതൊക്കെയാണ് ഒരുപാട് സംഭവിച്ചത്. ആശുപത്രി തള്ളിയത്? വ്രണരോപണ തൈലം ഒറിജിനലായിട്ട് ചെയ്തത് തന്നെ. വൈദ്യനെ മരുന്നുകളെല്ലാം ശേഖരിച്ചു. കൈ നിറച്ചുണ്ടല്ലോ? കൈ നിറച്ചുകൊണ്ട് ചാക്കെട്ടിലുമുണ്ട്. ഇന്നത്തേക്കുള്ള മരുന്നായി. ഇതെന്തിനു വേണ്ടിയൊക്കെയുള്ളതാ? ഇത് ശുണ്ഠി ബലാതി എന്ന് പറയുന്ന ഒരു വ്രണം ഇല്ലാതെയാക്കുന്ന എണ്ണ ഉണ്ടാക്കാൻ. വ്രണം പിന്നെ വരത്തില്ലേ? വരത്തില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അലർജിയിൽ വന്നാൽ വീണ്ടും പുരട്ടണം. ഉള്ളി കഴിക്കുന്നതാണോ പുറത്ത് പുരട്ടുന്നതാണോ? ഉള്ളിൽ പുരട്ടിയ അല്ലെ ഉള്ളിൽ നക്കിയ പിന്നെ വരൂല്ല. അത് പറയും പോലെ ചെയ്യണം. കുടിച്ചാലേ ഛർദ്ദിക്കും, പിന്നെ തൈലം കുടിച്ച കണക്കാവും. ഇതൊക്കെ ഒറിജിനൽ മഞ്ഞൾ ഇഞ്ചിയാണ് കാണുന്നത്. ഇതിന്റെ പേര് ചേന്തി, മരുന്നല്ല, ഒരു മഞ്ഞളും അല്ല. ഈ ഇലയൊക്കെ ചുമ്മാ പച്ചക്ക് തിന്ന ചത്തൊക്കെ പോകും, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് വേണമെങ്കിൽ അങ്ങ് ചെമ്പങ്കോട്ട് വന്നാൽ ഞാൻ പറിച്ചു തരാം. അല്ല ഞാൻ ചോദിക്കുന്നത്, ചുമ്മാ ഇലയൊക്കെ ചുമ്മാ തിന്നുന്നത് കുഴപ്പമാണോ? എല്ലാം തിന്നൂടല്, കടുവാപ്പല്ലി തിന്നാ ചത്തു. ഇതൊക്കെ ഗുണമുള്ളതായിരിക്കും എന്തെങ്കിലും? ഇതാണ് വെള്ളക്കൊട്ടം ഞാൻ തന്ന. ഇതെന്തിനു വേണ്ടിയുള്ളതാ? ഇത് കണ്ട 3. ഇതെന്തിനു വേണ്ടിയുള്ളതാ? ഇത് വെള്ളക്കൊട്ടും വാസന തൈലങ്ങളുണ്ടാകാൻ. ഇതിൻ്റെ വേരുണ്ടല്ലേ, ഉണങ്ങും തോറും ഭയങ്കര മണമാണ്. ഈ കൂട്ടാർക്കും പറഞ്ഞു കൊടുക്കത്തില്ലേ? പറഞ്ഞു കൊടുക്കാൻ എൻ്റെ മകനറിയാം. അവൻ്റെ കയ്യിലും ഇതിൻ്റെ കിത്താപ്പൊക്കെ ഇരിപ്പുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി ഡോക്ടർമാരൊക്കെ വരുമോ? ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതിന് എന്ത് പരിപാടി? ഒരു എണ്ണ ഉണ്ടാക്കുകയാണ്. ഇത് തൈലവും ആകും. വ്രണരോപണ തൈലവും ഇതിൽ കൂടെ തന്നെ ഉണ്ടാക്കും ഞങ്ങളെ പാരമ്പര്യത്തിൽ. അല്ലാതെ ഒക്കെ പലരും പലതും ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഇത് തന്നെയാണ് കഷായം വയ്ക്കാനും അതിൻ്റെ വകുപ്പ് വേറെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കയ്യിലിരിക്കുന്നതാ. ഇതെന്ന് പറയണത് മരക്കൊടിയാണ്. മരക്കൊടി എല്ലാ മരത്തിലും കിടക്കുന്ന കൊടി പാടില്ല. ഇത് നാഗമരത്തിൽ കിടക്കുന്ന കൊടിയാണ്, കണ്ടെടുക്കണം. അതാണ്. അറിയാൻ പറ്റുമോ? ഒരുപാടുണ്ട്. അതൊക്കെ സമാധാനമായി പറയാനൊക്കൂ. വിശ്വാസം കണ്ടറിയണം. ഇതിപ്പോ എത്ര കൂട്ടം ഇല ഇട്ടിട്ടുണ്ട്? ഇതിൽ 11 കൂട്ടം ഇല ഇട്ടിട്ടുണ്ട്. അത് ഇളക്കി ഇനി ചില കിഴങ്ങ് വർഗത്തിൻ്റെ ചാറ് ചേർക്കാനുണ്ട്. അതും ചേർത്ത് സ്വയം പാകം. ഇത് എത്ര സമയം എടുക്കും എല്ലാം കൂടെ ശരിയായിട്ട് വരണമെങ്കിൽ? ഒരു 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ എടുക്കും അല്ലേ? അപ്പൊ ഈ കൂട്ടം ആർക്കും പറഞ്ഞു ഈ സമയത്ത് ആരെയും വിളിപ്പിക്കത്തില്ലേ? വിളിപ്പിക്കാന്ന് പറയാൻ എൻ്റെ ഒരു മകനുണ്ട്, വൈദ്യനായി ആണ്, ലൈസൻസും ഒക്കെ ഉണ്ട്. അവൻ ചികിത്സ. ഞാൻ ചോദിക്കുന്നത്, ഈ കൂട്ടാർക്കും പറഞ്ഞു കൊടുക്കത്തില്ല? വേറെ വെളിയിൽ കാണാൻ പറഞ്ഞു കൊടുക്കും. ആരെ വിശ്വസിക്കണമെന്ന് പിന്നെ പറ്റൂ. കായത്തിരുമേനി എന്ന് പറഞ്ഞാൽ 72 കൂട്ടം പച്ചല ചേരും. എന്നാൽ 18 ഉണ്ടാക്കും, 18 കൂട്ടത്തിലും ഉണ്ടാക്കും. അപ്പൊ ഇത് വ്രണത്തിന് വേണ്ടി മാത്രമാണ് വരുന്നതാണോ? ഈ ആണ് വ്രണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മസൂരി, ചിക്കൻ ബോസ്, അങ്ങനെ വ്രണമാകുന്നത് തൊട്ടിട്ട അപ്പോഴാണ് ചത്ത് വ്രണവും പുറത്ത്. വേറെ ഒരു ഓയിൽമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഓയിൽമെന്റ് അതിൻ്റെ വഴിക്ക് പോവും. ഇവിടെതായി ഇവര് തന്നെ പൂർണ്ണമായി ചെയ്തതാണ്. കുന്നിലമ്മ അവരും അത് ഉപയോഗിച്ച ആളാണ്.
അത് ചോദിക്കാമല്ലോ, നിങ്ങൾക്കും ചോദിക്കാം. അപ്പൊ ഇത് അകത്ത് കഴിക്കാനുള്ളതാണോ ഉണ്ടാക്കുന്നത്, പുറത്ത് വരട്ടാനുള്ളതാണോ? ഈ എണ്ണയായിരിക്കുമ്പോൾ പൊട്ടി നാക്കി തയ്ക്കാം, ചെറിയിലുമൊക്കെ പുരട്ടാം. അതിൻ്റെ ഈരം എന്ന് പറയുന്നത് അകത്തോട്ടും പോകാം, പക്ഷെ തൈലമാക്കിയാൽ കഴിച്ചു. വൈദ്യനെ ആ, എന്തായി അവസ്ഥ? റെഡിയായി. റെഡിയായി. ആ, ഇതിനെ കൊണ്ടുപോയി 4 തുള്ളി വച്ച് കൃത്യമായി കഴിക്കണം. ആ പറഞ്ഞ പത്യവും പിന്നെ ചെറിയ പച്ചവെള്ളം കഴിക്കരുത്, അല്ലാത്ത വെള്ളം കുടിക്കാം. പിന്നെ കൊഞ്ചുകറി, കോഴിമുട്ട, കോഴിക്കറി, തോരൻ പയർ, ബിയണിക്ക, ചേമ്പൻ കിഴങ്ങ് വേണ്ട. ബാക്കിയെല്ലാം കഴിക്കാം. ഇറച്ചി, മുട്ട, മത്സ്യം കഴിക്കാം. കോഴിമുട്ട വേണ്ട. പിന്നെ ബാക്കി താറാമുട്ടയൊക്കെ കഴിക്കാം. ഇത് പഥ്യമല്ല, ഒരു ഗുരുത്വം, ചിലത് വേണ്ട. അപ്പൊ ഇത് പിന്നെ എങ്ങനെ കഴിക്കേണ്ട രീതി എങ്ങനെ? ഈ മരുന്ന് 4 തുള്ളി നിപ്പിളിൽ ഇങ്ങോട്ട് കോരി 4 തുള്ളി നാക്കിൽ വീത്തി കുടിക്കണം. അത് നക്കി കുടിക്കണം. നാക്കി പെരളണതും ചെറിയ പെരളണതും ഒക്കെ കുടിച്ചങ്ങിറക്കണം. അത് തന്നെ അതിൻ്റെ രീതി. എത്ര ദിവസം കഴിക്കണം ഇതിപ്പോ? ഇത് 16 ദിവസം കഴിക്കുമ്പോഴേ ഉപകാരം വരും. പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിച്ചാൽ എല്ലാത്തിനും ഉപകാരം വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ബസ് സ്റ്റാൻഡിൽ വന്ന് കിടന്നോനെ കണക്കുള്ളവർക്ക് അവിടെ വന്ന് കിടന്ന് ബോഡി വിളിക്കാനേ നോക്കൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും അസുഖത്തിനും വൈദ്യന്റെ മരുന്നുണ്ട്. നമ്മൾ മരുന്ന് ഉണ്ടാക്കിയും കൊടുക്കും, അതിന് പച്ചമരുന്നും വേരും എടുത്തും കൊടുക്കും. പക്ഷെ പറഞ്ഞ അനുസരിക്കണം അല്ലേ? അനുസരണയോടുകൂടി ചെയ്തവർക്ക് ഉപകാരം വന്നു. എത്ര രോഗികൾ ഭേദമാക്കിയിട്ടുണ്ട് ഏകദേശം? എണ്ണ പറയാൻ പറ്റുള്ളൂ, ഒരുപാട്. ഈ പരിസരത്ത് തന്നെ പലർക്കും എല്ലാ അസുഖത്തിനും. പിന്നെന്തരാ അസുഖം എന്ന് പറഞ്ഞാൽ ഒരുപാടിരിക്കണം. 80 ജാതി വാദമേ രോഗമായിട്ടുള്ളു. 4 വികാരവും അത് കോപിച്ചുണ്ടാകണതാണ് മറ്റു പലതും. അപ്പൊ എന്തായാലും കൊണ്ടുപോകല്ലേ? ആ, ഫലിക്കണം, മനസ്സോടെ തരികയാണ്.